തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സര ചിത്രം നാളെ തെളിയും. നാളെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പിനിടെ SIR ഫോം ഡിജിറ്റലൈസേഷൻ നടപടികളുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. അതേപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം തുടരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ് ഉമേഷ് ബാലകൃഷ്ണൻ. ഉമേഷ്, ഈ വാർത്തകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇന്നലെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ക്രൂട്ടിനി, അതായത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞത്. സൂക്ഷ്മ പരിശോധനയിൽ ഏകദേശം 2261 നാമനിർദ്ദേശ പത്രികകൾ തള്ളിയിരുന്നു. ഇപ്പോൾ ഏറ്റവും അപ്ഡേറ്റ് ചെയ്ത കണക്ക് പ്രകാരം 98,451 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്താകെ ഇപ്പോൾ ബാക്കിയുള്ളത്. 1,40,995 നോമിനേഷനുകളുണ്ട്. എന്തായാലും ഇന്നും നാളെയാണ് സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകുന്നത്. നാളെയാണ് ഈ നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി. എന്തായാലും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമാണ്. പല മേഖലയിലും വിമത ഭീഷണി നേരിടുന്നുണ്ട്. അത് CPM ആവട്ടെ, BJP ആവട്ടെ, കോൺഗ്രസ് ആകട്ടെ, എല്ലാ പാർട്ടികളും ഈ വിമത ഭീഷണി വലിയ രീതിയിൽ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഈ മുന്നണികൾ പ്രധാനമായി വിമതന്മാരെ പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക. വിമതന്മാരെ നേരിട്ട് കണ്ടും അല്ലാതെയുമെല്ലാം ഈ ഒരു നെഗോസിയേഷന്റെ സമയം അത് ഇന്ന് ഏറ്റവും സുപ്രധാനമാണ്. അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവരുടെ നോമിനേഷൻ പിൻവലിപ്പിച്ച് മത്സര ചിത്രത്തിൽ ഒരു വിമത ഭീഷണി ഒഴിവാക്കുക എന്നുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും ഇന്നത്തെ മുന്നണികളുടെ ഏറ്റവും പ്രധാനമായ ശ്രമം. എന്തായാലും ഈ പ്രചാരണവുമായി വിമതന്മാരില്ലാത്ത മേഖലയിലെല്ലാം ശക്തമായി മുന്നോട്ട് പോകാനും സ്ഥാനാർത്ഥികൾ തയ്യാറായിട്ടുണ്ട്. എന്തായാലും നാളെയോടുകൂടി തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാവുകയും ചെയ്യും. അതേസമയം SIR നടപടിക്രമങ്ങൾ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് ഏറ്റവും അന്തിമ ഘട്ടമാണ് ഈ ഡിജിറ്റലൈസേഷൻ. BLOമാർ ചെയ്യേണ്ട ഏറ്റവും അവസാനത്തെ ജോലിയാണ് ഡിജിറ്റലൈസേഷൻ പ്രവർത്തനം. അതായത് എന്യൂമറേഷൻ ഫോം ആദ്യം വിതരണം ചെയ്യുന്നു, അതിനുശേഷം ആ ഫോം തിരികെ വാങ്ങുന്നു, അതിനുശേഷം അത് ഡിജിറ്റലായി അപ്ലോഡ് ചെയ്യുന്നു. എന്തായാലും ഒരു ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പ് തുടരുന്നതിനിടെ ഡിജിറ്റലൈസേഷൻ പ്രവർത്തനങ്ങളുമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ കണക്ക് പ്രകാരം 31,42,578 ഫോമുകൾ ഇതിനോടകം ഡിജിറ്റലായി ആക്കി കഴിഞ്ഞു. അതേസമയം ഓൺലൈൻ വഴി നിരവധി പേർ ഇപ്പോൾ എന്യൂമറേഷൻ ഫോം അപ്ഡേറ്റ് ചെയ്യുന്നുമുണ്ട്. 48,851 പേർ ഓൺലൈൻ വഴി SIRമായി ബന്ധപ്പെട്ട എന്യൂമറേഷൻ ഫോമുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും നടപടിക്രമങ്ങളുമായി വളരെ വേഗത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. 26-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ നോട്ടീസിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകേണ്ടത്. അതിന് മുന്നോടിയായി തന്നെ ഒരുവിധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. എന്തായാലും ശബരിമല അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും നിർണായകമായ ദിവസം തന്നെയാണ്. ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അത് വിശദമായ അന്വേഷണത്തിലേക്ക് SIT സംഘം കടക്കുകയാണ്. എന്തെല്ലാം സാമ്പത്തിക ഇടപാടുകളാണ്, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയ ശേഷമുള്ള സാമ്പത്തികത്തിലെ മാറ്റം, അത് ഏതെല്ലാം രീതിയിലാണ് സാമ്പത്തികത്തിൽ മാറ്റമുണ്ടായത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. അതേസമയം നാളെ ഇതുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിലെ ബോർഡ് അംഗങ്ങളുടെ ചോദ്യം ചെയ്യൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. നാളെ ആയിരിക്കും ഒരുപക്ഷെ KP ശങ്കർദാസിന്റെയും N വിജയകുമാറിന്റെയും ചോദ്യം ചെയ്യൽ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ക്രിസ്റ്റീന. ഉമേഷ് ബാലകൃഷ്ണനാണ് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.